സ്വന്തം നാട്ടിൽ ടെസ്റ്റ് പരമ്പര നഷ്ടമാകുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകൻ ഗൗതം ഗംഭീർ പിടിച്ചു നിന്നത് T20 ഏകദിന പരമ്പരകളിലെ ഇന്ത്യയുടെ മികവാണ്. എന്നാൽ ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന പരമ്പരയിൽ ഗംഭീറിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. സ്വന്തം നാട്ടിൽ നടന്ന പരമ്പരയിൽ ഇന്ത്യ 1-2 എന്ന നിലയിൽ തോൽവി നേരിട്ടു. അവസാനത്തേതും മൂന്നാമത്തേതുമായ മത്സരത്തിൽ ഇന്ത്യയെ ജയത്തിലേക്ക് അടുപ്പിക്കാൻ വിരാട് കോഹ്ലി മാത്രമാണ് പരിശ്രമിച്ചത്. താരത്തിന് ഒരു മികച്ച സപ്പോർട്ട് മറ്റേതെങ്കിലും ടോപ്പ് ഓർഡർ താരങ്ങൾ നൽകിയിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് സ്വന്തം നാട്ടിൽ പരമ്പര സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഈ പരമ്പര ഇന്ത്യക്ക് നഷ്ടമായതോടെ ആരാധകരുടെ വിമർശനം ഗൗതം ഗംഭീറിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മത്സരത്തിന് ശേഷം താരങ്ങളും ഗംഭീറും സഹപരിശീലകരും മൈതാനത്ത് തുടരുമ്പോൾ ഗാലറിയിൽ നിന്ന് ഗംഭീറിനെതിരെ ഷെയിം ഓൺ യു എന്ന് കാണികൾ ഉറക്കെ വിളിച്ചു. വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ എന്നിവർ അത് കാണുകയും കോഹ്ലി ആരാധകർക്കെതിരെ അങ്ങനെ വിളിക്കരുത് എന്ന് ആംഗ്യം കാണിക്കുന്നതും വീഡിയോയിൽ കാണാം. ആ സമയം ഗംഭീർ ഒന്നും തന്നെ പ്രതികരിക്കുകയും ചെയ്തില്ല. ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. അതേസമയം ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിനുള്ളിൽ ഇന്ത്യൻ ടീം അംഗങ്ങൾ നിൽക്കുമ്പോൾ ഒരു വിഭാഗം ആരാധകരിൽ നിന്ന് ഗംഭീർ ഹായേ ഹായേ എന്ന് വെച്ചാൽ ഷെയിം ഓൺ യു എന്ന് അർത്ഥം വരുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തുമ്പോൾ അത് നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കില്ല. ഗംഭീറിന്റെ പരിശീലനത്തിൽ ഇന്ത്യൻ ടീം വട്ടപൂജ്യമാവുകയാണോ എന്ന ആശങ്കയാണ് ആരാധകർക്കും ചില ക്രിക്കറ്റ് നിരീക്ഷകർക്കുമുള്ളത്. ടെസ്റ്റ് പരമ്പരയിൽ തുടർച്ചയായ പരാജയങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ ഏകദിന പരമ്പരകളിലും തുടർച്ചയായ പരാജയം ടീം നേരിടുകയാണ്. മാത്രവുമല്ല, സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും ടീമിൽ നിലനിർത്തുന്നതിൽ ഗംഭീറിന് വലിയ താല്പര്യമില്ല എന്നാണ് ചില മുൻ താരങ്ങളും ചില ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ പരമ്പരയിൽ കോഹ്ലിയുടെ പ്രകടനം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും സീനിയർ താരങ്ങളെ പുറത്താക്കുക എന്നത് അത്ര എളുപ്പം നടക്കുന്ന ഒന്നല്ല എന്ന്. ഗംഭീറിന്റെ ചില പ്രവർത്തികൾ കാരണമാണ് കോഹ്ലിയും രോഹിത്തും പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് എന്ന ആക്ഷേപം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആരാധകർക്കിടയിൽ ഗംഭീർ വിരുദ്ധത ഒരുപാടാണ്. ഗംഭീർ കാരണമാണ് ടെസ്റ്റ് ടീം ഇപ്പോൾ തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നത് എന്നും ടീമിൽ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, അശ്വിൻ എന്നിവരുടെ അഭാവം ഏറെ പ്രകടമാണ് എന്നും ക്രിക്കറ്റ് നിരീക്ഷകർ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഗംഭീറിനെതിരെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ. ഗംഭീറിനെ പരിശീലന സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ല എങ്കിൽ ഇന്ത്യൻ ടീം ഇതിലും വലിയ തോൽവികൾ ഏറ്റുവാങ്ങുമെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം ന്യൂസിലാൻഡിനെതിരെ നടന്ന ഏകദിന പരമ്പര നഷ്ടമായതോടെ ഇനി ഏവരും ഉറ്റുനോക്കുന്നത് ന്യൂസിലാൻഡിനെതിരെയുള്ള T20 പരമ്പരയാണ്. ഇന്ത്യ ന്യൂസിലാൻഡ് 5 മത്സര T20 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. T20 ലോകകപ്പ് നേരിടാനൊരുങ്ങുന്ന അതേ ഇന്ത്യൻ ടീം തന്നെയാണ് ഈ പരമ്പരയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ പരമ്പരയെ ഒരു പരിശീലന സെക്ഷനായി കൂടി പരിഗണിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഗംഭീറിനും ഈ പരമ്പരയും വരാനിരിക്കുന്ന ലോകകപ്പും ഏറെ നിർണായകമാണ്. മത്സരഫലം എതിരാണ് എങ്കിൽ അത് ഗംഭീറിന് വലിയൊരു തിരിച്ചടിയായി മാറും.